കൂടാതെ ഇന്ന് നമ്മുടെ SBI ക്ലർക്ക് പ്രീക്ക് വരാൻ സാധ്യതയുള്ള 2 പസിലാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ശരിക്കും ഗ്രേഡപ്പിൻ്റെ ഒരു മോക്കിൽ നിന്ന് എടുത്ത 2 പസിലാണ്. ആദ്യത്തെ നോക്കാം. There are 6 boys A to F sitting in a line facing towards north, having different fruits: mango, banana, orange, grape, papaya and apple, but not in the same order. അതായത് 6 പേര് ഒരു ലൈനിൽ മേളിൽ നോക്കിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ 6 ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ് ഉണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും പൊസിഷൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്ന് അപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കുക. ഇവിടെ ഒരാളുടെ പോലും പൊസിഷൻ എവിടെയെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഹിൻ്റ് എഴുതിപ്പോൾ അത് ഒരു കളി നടക്കത്തില്ല. അപ്പോൾ നമുക്ക് ഒന്നേ തൊട്ട് ഹിൻ്റ് എഴുതാം. എഫ് സിറ്റിംഗ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എയുടെ തേർഡ് ടു ദ ലെഫ്റ്റിലാണ് എഫ് ഇരിക്കുന്നത്. വൺ ഹാവിങ് മാംഗോ ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എഫ്. എഫിൻ്റെ സെക്കൻഡ് ടു ദ റൈറ്റിൽ മാംഗോ. ദർ ഈസ് ഓൺലി 1 person ബിറ്റ്വീൻ എ ആൻഡ് ഡി ഹാവിങ് ഗ്രേപ്പ്. എക്കും ഡിക്കും ഇടയ്ക്ക് ഒരാളുണ്ട്. ഡി എന്ന് പറയുന്നത് ഗ്രേപ്പാണ്. ഈസ് ഇമ്മീഡിയറ്റ് ഓഫ് എയുടെ അടുത്താണ് ഈ വരുന്നത്. വൺ ഹാവിങ് മാംഗോ ഈസ് ഇമ്മീഡിയറ്റ് ഓഫ് പപ്പായ. മാംഗോയുടെ അടുത്താണ് പപ്പായ വരുന്നത്. അപ്പോൾ മാംഗോയുടെ അടുത്ത് പപ്പായ. There are 2 persons in between B and D where E is immediate of banana. ബിയുടെ ഈയുടെ അടുത്ത് 2 പേരുണ്ട്. ഇ കഴിഞ്ഞാൽ ഈയുടെ അടുത്ത് 2 ഇൻറ്റു ബി. ഇനി ഈസ് ഇമ്മീഡിയറ്റ് ഓഫ് ബനാന. ഈയുടെ അടുത്ത ബനാന ഇരിക്കുന്നത്. അപ്പോൾ ഈയുടെ അടുത്ത് എവിടെയോ ബനാന ഉണ്ട്. ഓക്കെ. ദർ ആർ 2 person ബിറ്റ്വീൻ വൺ ഹാവിങ് പപ്പായ ആൻഡ് ആപ്പിൾ. പപ്പായയ്ക്കും ആപ്പിളിനിടയ്ക്ക് 2 പേരുണ്ട്. ഇതാണ് നമ്മുടെ ഹിൻ്റ്. ഇനി 6 പേരിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈൻ വരയ്ക്കാം. 1 2 3 4 5 6 പേര്. നമ്മളിതിൽ എവിടെ നിന്നാണ് തുടങ്ങുകയെന്ന് അറിയാമോ? നമുക്ക് ഈ എയിൽ നിന്ന് എഫിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം നമുക്ക് എയിൽ നിന്ന് എഫ് കിട്ടും. എഫിൻ്റെ അടുത്ത് മാംഗോ ഉണ്ട്, എയുടെ അടുത്ത് ഡി ഉണ്ട്, പിന്നെ എയുടെ അടുത്ത് ഇ ഉണ്ട്, ഈയുടെ അടുത്ത് ബനാന ഉണ്ട്, ഇ കഴിഞ്ഞാൽ ബി കിട്ടും, പിന്നെ മാംഗോ ഉണ്ട്, മാംഗോയുടെ അടുത്ത് പപ്പായ ഇടാം, പപ്പായ കഴിഞ്ഞാൽ 2 ഇൻറ്റു ആപ്പിൾ. ഇത്രയും കഴിയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ തേർഡ് ടു ലെഫ്റ്റിൽ എഫ്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് പോസിബിൾ കേസസ് വരും. അതെല്ലാം നോക്കാതെയും പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ എ ഇവിടെയാണെങ്കിൽ തേർഡ് ടു ദ ലെഫ്റ്റിൽ എഫ്. ഇനി എഫിൻ്റെ സെക്കൻഡ് ടു റൈറ്റിൽ മാംഗോ. എഫിൻ്റെ സെക്കൻഡ് ടു റൈറ്റിൽ മാംഗോ. എല്ലാവരും മേളിലേക്ക് നോക്കിയായിട്ട് ഇരിക്കുന്നത്, അത് ഓർക്കുക. ഇനി എ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ഡി. എ എവിടെയാണെങ്കിൽ 1 കഴിഞ്ഞിട്ട് ഡി ഇവിടെ. ഡി ഗ്രേപ്പാണ്. ഇനി എയുടെ അടുത്ത് ഇ ഉണ്ട്. എയുടെ അടുത്ത് ഇ കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ബി ഉണ്ട്. ഇ കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ബി. ഇനി ഈയുടെ അടുത്ത് ബനാന ഉണ്ട്. ഈയുടെ അടുത്ത് ഇനി ബനാന ഇവിടെ മാത്രമേ ഇടാൻ സ്ഥലമുള്ളൂ. അപ്പോൾ ഈയുടെ അടുത്ത് ബനാന. ഇനി പപ്പായയുടെ അടുത്ത് മാംഗോ ഉണ്ട്. പപ്പായയുടെ അടുത്ത് മാംഗോ ഇവിടെ ഉണ്ട്. ഇവിടെ 2 അടുത്ത് സാധനമുണ്ട്. പപ്പായ ഇടാൻ സ്ഥലമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പോസിബിലിറ്റി തെറ്റാ. മാച്ചുകളയാം. അപ്പോൾ എ ഇവിടെയല്ല. ഇനി എ ഇവിടെയാണെങ്കിൽ 1 2 3 തേർഡ് ടു ലെഫ്റ്റിൽ എഫ്. എഫിൻ്റെ സെക്കൻഡ് ടു റൈറ്റിൽ മാംഗോ. ഇനി എ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ഡി. എ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ഡി വിടാൻ സ്ഥലമില്ല. എ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ഡി ഇവിടെ ഗ്രേപ്പ്. ഇനി എയുടെ അടുത്ത് ഇ ഉണ്ട്. ഈയുടെ അടുത്ത് ബനാന. എയുടെ അടുത്ത് ഇ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ബനാന ഇവിടെ ഇടാം. ഇ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 2 കഴിഞ്ഞിട്ട് ബി ഇവിടെ. ഇനി പപ്പായയുടെ അടുത്ത് മാംഗോ. പപ്പായയുടെ അടുത്ത് മാംഗോ. മാംഗോയുടെ അടുത്ത് പപ്പായ ഇടാൻ സ്ഥലമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഇവിടെയല്ല. അപ്പോൾ ഈ മാച്ച് കളഞ്ഞു. ഈയുടെ അടുത്തുള്ള ബനാന മാച്ച് കളഞ്ഞു. ഇനി ഈ ഇവിടെ ഇട്ട് നോക്കിയാലോ? ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈയുടെ അടുത്ത് ബനാന. അപ്പോൾ എ ബനാനയാവും. ഈ കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ബി ഇടാൻ സ്ഥലമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഇവിടെയല്ല. പോസിബിലിറ്റി എല്ലാം തീർന്നില്ലേ? അപ്പോൾ നമുക്ക് ഉറപ്പായി ഈ പോസിബിലിറ്റി തെറ്റാം. എയുടെ സ്ഥലം ഇവിടെ, എയുടെ തേർഡ് ലെഫ്റ്റിൽ എഫ് ഇവിടെ. ഇതാണ് ലാസ്റ്റ് പോസിബിലിറ്റി. അപ്പോൾ ഇത് തന്നെയായിരിക്കണം നമ്മുടെ ആൻസർ. ഇനി എഫിൻ്റെ സെക്കൻഡ് റൈറ്റിൽ മാംഗോ. ഇനി എ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ഡി. എ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ഒന്നുകിൽ ഡി ഇവിടെ, അല്ലെങ്കിൽ എ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ഡി ഇവിടെ. ഡി ഇവിടെയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഗ്രേപ്പ്. ഇനി എയുടെ അടുത്താണ് ഇ വരുന്നത്. ഈയുടെ അടുത്ത് ബനാന. ഈ കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ബി.
അപ്പോൾ എയുടെ അടുത്ത് ഇ ഇവിടെ ഇട്ടുമെന്ന് വിചാരിക്കുക. ഈയുടെ അടുത്ത് ബനാന ഇവിടെ എവിടെയെങ്കിലും ഇടാം. ഈ കഴിഞ്ഞിട്ട് 2 ഇട്ട് ബി ഇടാനിവിടെ പറ്റത്തില്ല. അപ്പോൾ മനസ്സിലായി എ ഇ ഇവിടെയല്ല. ഈ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈയുടെ അടുത്ത് ബനാന. ഈ കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ബി ഇവിടെ. ഇനി നോക്കി, മാങ്കോയുടെ അടുത്ത് പപ്പായ ഇടണം. മാങ്കോയുടെ അടുത്തിന് പപ്പായ ഇടാൻ സ്ഥലമുണ്ടോ? ഇല്ല. അപ്പോൾ മനസ്സിലായി നമ്മുടെ ഈ പോസിബിലിറ്റി തെറ്റാം. അതായത് ഇ ഇവിടെ നിന്ന് കളയാം, ഡി ഇവിടെ നിന്ന് കളയാം, ഡിയുടെ ഗ്രേപ്പ് കളയാം, ബനാന കളയാം. അപ്പോൾ എ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ഡി ഇവിടെ, ഡി ഗ്രേപ്പ്. ഇനി എയുടെ അടുത്ത് ഇ, ഈയുടെ അടുത്ത് ബനാന, ഇ കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ബി. അപ്പോൾ എയുടെ അടുത്ത് ഇ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈയുടെ അടുത്ത് ബനാന. ഇ കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ബി ഇടാൻ സ്ഥലമുണ്ടോ? ഇല്ല. അപ്പോൾ മനസ്സിലായി ഇ അവിടെയല്ല, ബനാന കളയാം. അപ്പോൾ ഇ ഇവിടെ, സോറി ബനാന ഇവിടെ തന്നെ ഇടായിരുന്നു, ബനാന ഇവിടെ. ഇ കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ബി ഇവിടെ. ഇനി മാങ്കോയുടെ അടുത്ത് പപ്പായ, മാങ്കോയുടെ അടുത്ത് പപ്പായ, പപ്പായ കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ആപ്പിൾ, പപ്പായ കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ആപ്പിൾ. തീർന്നോ? ഓക്കെ, ഏകദേശം തീർന്നു. ഇനി ഫ്രൂട്ട്സിൽ ആരിടാൻ ബാക്കിയുള്ളത്? ബനാന, ഓറഞ്ച്, ഗ്രേപ്പ്, പപ്പായ, ആപ്പിൾ. ഓറഞ്ച് ഇട്ടിട്ടില്ല, അപ്പോൾ ഓറഞ്ച് ഇവിടെ. ഇനി പേരുകൾ ആരിടാൻ ബാക്കിയുള്ളത്? എ ടു എഫ് അല്ലേ? എ ബി സി ഡി ഇ എഫ് ജി. ജി ഇട്ടിട്ടില്ല, സോറി ജി അല്ല കേട്ടോ, സി ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബസ്സിൽ. എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പൊസിഷൻ നമുക്ക് ഉണ്ടോ എന്ന് നോക്കുക. പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഹിൻഡ് ഇപ്പോൾ എഴുതിയാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരാളുടെ പോലും പൊസിഷൻ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഹിൻഡ് എഴുതി ഹിൻഡ് വെച്ച് ഓരോ പോസിബിലിറ്റി നോക്കുക, ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തിലേക്ക് പോകാം. ഓക്കെ, 8 people U V W X Y Z J and K are sitting around a circular but not necessarily in the same order. ഓക്കെ, 8 പേര് ഒരു സർക്കുലർ ടേബിളിന് ചുറ്റും ഇരിപ്പുണ്ട്. സം ഓഫ് ദം ആർ ഫേസിങ് ഇൻസൈഡ് ആൻഡ് സം ഓഫ് ദം ആർ ഫേസിങ് ഔട്ട് സൈഡ്. കുറച്ചൊരു അകത്തേക്കും കുറച്ചൊരു പുറത്തേക്കും നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മിക്കവർക്കും തന്നെ ഇത് ഇട്ടിട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഇട്ടിട്ട് പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാനുള്ള ഹിൻറ്റുകളോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ഇത് എടുക്കാനുള്ള ഒരു ലൂപ്പ് ഹോളോ ഈ ക്വസ്റ്റിനിൽ തന്നെ ഉണ്ടാവും. അത് നോക്കി മനസ്സിലാക്കുക. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻ നമ്മൾ ഇട്ടിട്ട് പോകാൻ പാടുള്ളൂ. നോക്കുക, സം ഓഫ് ദം ആർ ഫേസിങ് ഇൻസൈഡ്, സം ഓഫ് ദം ആർ ഫേസിങ് ഔട്ട് സൈഡ്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഡയറക്ഷനകത്ത് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതൊന്ന് ഓടിച്ച് നോക്കി. ഇസഡ് എക്സ്, ഇസഡ് എക്സ്, നോക്കി വി ഈസ് നോട്ട് ഫേസിങ് ഇൻസൈഡ് എന്ന് പറയുന്നുണ്ട്. അതായത് വി അകത്തേക്കല്ല നോക്കുന്നത്, വി പുറത്തേക്കാണ്. ഇനി വിനെ ചുറ്റും പിന്നെ എന്തെങ്കിലും ഹിൻറ്റുകളുണ്ടോ നോക്കി. വി ഇവിടെ ആയിരുന്നില്ലേ, വി ഡബ്ല്യു വിയുടെ എവിടെയാണെന്ന് പറയുന്നുണ്ട്. ഡബ്ല്യുവിൻ്റെ അടുത്ത് എക്സ് വരത്തില്ലെന്ന് പറയുന്നുണ്ട്. ഇനി എക്സിനെ പറ്റി ഇത് ഇവിടെ എവിടെ പറയുന്നുണ്ട്, ഡബ്ല്യുവിനെ പറ്റി ഇത് താഴെയും പറയുന്നുണ്ട്, കെൻ്റെ ഡബ്ല്യുവിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ശ്രമിച്ച് നോക്കാം, ഇട്ടിട്ട് പോകണ്ട. നോക്കി നമുക്ക് ഹിൻറ്റുകൾ എഴുതി പോകാൻ. ഇസഡ് സിറ്റ്സ് 3 places away from എക്സ്. ഇസഡ് ഇസ് നോട്ട് സിറ്റിംഗ് 3rd to the right of എക്സ്. ഓക്കെ, എക്സിൻ്റെ 3rd to the റൈറ്റിലല്ല ഇസഡ് വരുന്നത്. ഓക്കെ, ഇസഡ് സിറ്റ്സ് 3 places away from എക്സ്. എക്സിൽ നിന്ന് 3 place അകലാണ് ഇസഡ് ഇരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്താണെങ്കിൽ 1 place അകലെ, അതിൻ്റെ അപ്പുറമാണെങ്കിൽ 2 place അകലെ, അതിൻ്റെ അപ്പുറമാണെങ്കിൽ 3 place അകലെ. അപ്പോൾ നോക്കി 1 2 3. 3rd to the right അല്ലാന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇസഡ് നോട്ട് സിറ്റിംഗ് 3rd to the right of എക്സ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇസഡ് എക്സിൻ്റെ 3rd to the ലെഫ്റ്റിലാണ്. ക്ലിയർ ആയോ? ഇനി എന്താ പറയുന്നത്? 3 people sit between കെ ആൻഡ് എക്സ്. കെക്കും എക്സിനും ഇടയ്ക്ക് 3 പേരുണ്ട്. 3 between കെ ആൻഡ് എക്സ്. വി ഈസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഇസഡ്. ഇസഡിൻ്റെ അടുത്താണ് വി ഇരിക്കുന്നത്. ഓക്കെ, ഡബ്ല്യു ഹു ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എക്സ് സിറ്റ്സ് 3rd to the right of വി. ഡബ്ല്യു എക്സിൻ്റെ അടുത്ത് വരത്തില്ല. അപ്പോൾ എക്സിൻ്റെ അടുത്ത് ഡബ്ല്യു വരത്തില്ല. ഡബ്ല്യു സിറ്റ്സ് 3rd to the right of വി. വിയുടെ 3rd to the റൈറ്റിലാണ് ഡബ്ല്യു ഇരിക്കുന്നത്. വി ഈസ് നോട്ട് ഫേസിങ് ഇൻസൈഡ്. വി പുറത്തേക്ക് നോക്കിയിരിക്കുന്നത്. ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എക്സ് ഫേസസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് എക്സ്. എക്സിൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് എക്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നോക്കുന്നത്. ഇപ്പോൾ എക്സ് അകത്തേക്കാണെങ്കിൽ ബാക്കി 2 പേരും പുറത്തേക്ക്. ആ ഒരു മീനിങ്. യു സിറ്റ് 2nd to the right of വൈ. വൈയുടെ 2nd to the റൈറ്റിലാണ് യു ഇരിക്കുന്നത്. അപ്പോൾ വൈ എവിടെയാണെങ്കിൽ 2nd to the റൈറ്റിൽ യു. കെ ആൻഡ് ഡബ്ല്യു ഫേസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദാറ്റ് വൈ ഫേസിങ്. വൈയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കെയും ഡബ്ല്യുയും. ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് ഡബ്ല്യു ഫേസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഡബ്ല്യുവിൻ്റെ നെയ്ബേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഡബ്ല്യു
ഡബ്ല്യുവിൻ്റെ നെയ്ബേഴ്സ് ഒരാൾ അകത്തേക്കാണെങ്കിൽ ഒരാൾ പുറത്തേക്ക്. യു ആൻഡ് ഇസഡ് ഫേസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. യു ഇസഡും ഓപ്പോസിറ്റ്, യുവും ഇസഡും ഓപ്പോസിറ്റ്. ഓക്കെ, ഹിൻഡുകളൊന്നും നമുക്ക് മിസ്സായിട്ടില്ല എന്ന് വിചാരിക്കാം. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. 8 പേരിലിരിക്കുന്നത്. അപ്പോൾ 2, 4, 6, 8. ഓക്കെ, നമുക്കിവിടെ ആപ്പയുടെ ഡയറക്ഷൻ അറിയാവുന്ന വിയുടെ മാത്രം. അപ്പോൾ വി വെച്ച് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, വിനെ ഇവിടെ ഇടാം. വി പുറത്തേക്ക് നോക്കിയിരിക്കുന്നത്. അപ്പോൾ വി പുറത്തേക്ക്. വിയുടെ തേർഡ് ടു ദ റൈറ്റിലെ ഡബ്ല്യു. വിയുടെ 1, 2, 3 തേർഡ് ടു ദ റൈറ്റിൽ ഡബ്ല്യു. ഇനി ഡബ്ല്യുവിൻ്റെ അടുത്ത് എക്സ് വരത്തില്ല. അപ്പോൾ എക്സ് ഇവിടെ വരത്തില്ല, എക്സ് ഇവിടെ വരത്തില്ല. ഇനി വിയുടെ അടുത്ത് ഇസഡ് വരുന്നത്. അപ്പോൾ വിയുടെ അടുത്ത് ഒന്നുകിൽ ഇസഡ് ഇവിടെ അല്ലെങ്കിൽ ഇസഡ് ഇവിടെ. നമുക്ക് ഇവിടെയാണെന്ന് വിചാരിച്ച് തുടങ്ങാം. ഇസഡ് അവിടെയാണെങ്കിൽ എക്സിൻ്റെ തേർഡ് ടു ദ ലെഫ്റ്റിലെ ഇസഡ് വരുന്നത്. അപ്പോൾ ഇസഡ് ഇവിടെ തേർഡ് ടു ദ ലെഫ്റ്റ് 1, 2, 3. എക്സ് ഇവിടെ വരത്തില്ല. ഡബ്ല്യുവിൻ്റെ അടുത്ത് എക്സ് വരത്തില്ല എന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പോൾ എക്സ് അവിടെയും ഇവിടെയാണ് വരാത്തത്. അപ്പോൾ ഇസഡ് ഇവിടെ 1, 2, 3. എക്സ് ഇവിടെയും വരത്തില്ല. അപ്പോൾ നോക്കി, ഇസഡ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇസഡിൻ്റെ തേർഡ് ടു ദ ലെഫ്റ്റിൽ എക്സ് വരാൻ പാകത്തിന് ഇവിടെ നിന്ന് നോക്കിയാലും എക്സ് വരത്തില്ല, ഇവിടെ നോക്കിയാലും എക്സ് വരത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇസഡ് അവിടെയല്ല. വീടെടുത്തപ്പോൾ ഇസഡ് ഇവിടെ. ഇനി ഇസഡ് എന്ന് പറയുന്നത് എക്സിൻ്റെ തേർഡ് ടു ദ ലെഫ്റ്റിലാണ്. അപ്പോൾ 1, 2, 3 എക്സ് ഇവിടെ വരത്തില്ല. 1, 2, 3 എക്സ് ഇവിടെ ഇടാം, കുഴപ്പമില്ല. അപ്പോൾ എക്സ് ഇവിടെ ആണെങ്കിൽ എക്സിൻ്റെ തേർഡ് ടു ദ ലെഫ്റ്റിലല്ലേ ഇസഡ്. അപ്പോൾ എക്സ് അകത്തേക്ക് നോക്കിയിരുന്നാലല്ലേ അത് പോസിബിൾ ആകത്തുള്ളൂ. നോക്കി, 1, 2, 3. അപ്പോൾ ഇത് ഓക്കെ ആയി, ഇത് ഓക്കെ ആയി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ എക്സിൻ്റെ ഇതങ്ങ് മാച്ചളയാം. എക്സ് ഇവിടെ ഓക്കെ ആയല്ലോ. ഇനി എക്സിനും കെയ്ക്കും ഇടയ്ക്ക് 3 പേരുണ്ട്. എക്സിനും കെയ്ക്കും ഇടയ്ക്ക് 3 പേര്. 1, 2, 3 1, 2, 3 എങ്ങനെ നോക്കിയാലും അവിടെ തന്നെ വരത്തുള്ളൂ. അപ്പോൾ കെയുടെ കാര്യം ഓക്കെ. ഇനി എന്താ പറയുന്നത്, എക്സ്, വൈ, ഡബ്ല്യുവിൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ആരുടെ ഡയറക്ഷനിലാത്തതുകൊണ്ട് നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റത്തില്ല. ഇനി എക്സിൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് എക്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. എക്സ് അകത്തേക്ക് നോക്കിയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ നെയ്ബേഴ്സൊക്കെ പുറത്തേക്ക് നോക്കിയായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഇനി വൈയുടെ സെക്കൻഡ് റൈറ്റിൽ യു ഇരിക്കുന്നു. വൈയുടെ സെക്കൻഡ് റൈറ്റിൽ യു ഇരിക്കുന്നു. വൈ ഇവിടെയാണെങ്കിൽ സെക്കൻഡ് റൈറ്റിൽ സെക്കൻഡ് ആരും ഇടാൻ പറ്റത്തില്ല. വൈ ഇവിടെയാണെങ്കിൽ 1, 2. ഓക്കെ, വൈ ഇവിടെയാണെങ്കിൽ സെക്കൻഡ് റൈറ്റിൽ യു. വൈ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് റൈറ്റിൽ യു ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് തന്നെ ഇവരുടെ കറക്റ്റ് പൊസിഷൻ. ഓക്കെ, ഇനി ആരും ഇടാൻ ബാക്കിയുള്ളത് യു വി ഡബ്ല്യു എക്സ് വൈ സെഡ് ജെ കെ. യു വി ഡബ്ല്യു എക്സ് വൈ സെഡ് ജെ കെ. ജെ ഇട്ടിട്ടില്ല, ജെ ഇവിടെ. ഇനി നോക്കി, ഇനി ഡയറക്ഷൻസ് അല്ല ഇടാനുള്ളൂ. എക്സിൻ്റെ അടുത്തുള്ള ഡയറക്ഷൻസ് നമ്മൾ ഇട്ടു. വൈയുടെ ഓപ്പോസിറ്റാണ് കെ എൻ ഡബ്ല്യു. വൈ പുറത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് കെ എൻ ഡബ്ല്യു. അതായത് കെ എൻ ഡബ്ല്യുയും അകത്തേക്ക്. ഓക്കെ, ഇനി യു ഇസഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. യുവും ഇസഡും ഓപ്പോസിറ്റ്. യു പുറത്തേക്കാണെങ്കിൽ ഇസഡ് അകത്തേക്ക്. ഇനി ഡബ്ല്യുവിൻ്റെ നെയ്ബേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഡബ്ല്യു നെയ്ബേഴ്സ് ഇവൻ അകത്തേക്ക്, അപ്പോൾ ഇവൻ പുറത്തേക്ക്. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. ഇത് മനസ്സിലായി എങ്ങനെ ചെയ്തതെന്ന്. അതായത് ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇട്ടിട്ടുമുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ നമ്മളൊന്ന് നോക്കുക ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എങ്ങനെയാണ് നോക്കുന്നത്? ആരെങ്കിലും ഡയറക്ഷൻ തന്നിട്ടുണ്ടോ നോക്കുക. ഡയറക്ഷൻ തന്നിട്ടുണ്ടോ നോക്കുക. പിന്നെ ഹിൻറ്റുകളിൽ അയാളുടെ കാര്യങ്ങൾ എവിടെയെങ്കിലും പറയുന്നുണ്ടോ നോക്കുക. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്കിപ്പോൾ ഹിൻറ്റുകൾ നോക്കുമ്പോൾ ക്ലബ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. ഇങ്ങനെ കിടക്കുന്നുണ്ട്, പാരഗ്രാഫിൽ കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതുപോലെ ഒന്ന് എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കാര്യങ്ങൾ ലിങ്ക് ചെയ്ത് പോകാൻ പറ്റും. ക്ലിയർ ആയോ? പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പസിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ റീസണിങ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് എന്താ പറയുക, കോൺഫിഡൻ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്കുകൾ, കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് ചെറിയൊരു ധൈര്യം വരും. അത് കഴിഞ്ഞിട്ടേ പസിൽ ചെയ്യാൻ പോവുള്ളൂ. ഇപ്പോൾ പസിൽ ചെയ്യാൻ നല്ല കോൺഫിഡൻ്റ് ആണെങ്കിൽ ആദ്യമേ തന്നെ ചെയ്തു, ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. ഇപ്പോൾ എന്താ പറയുക, എക്സാം എഴുതാൻ കയറുമ്പോൾ നമ്മൾ ഓൾറെഡി വെൽ പ്ലാൻഡ് ആയിട്ടായിരിക്കണം എക്സാം ഹോളിൽ കയറുന്നത്. അതായത് നമ്മൾ എക്സാം ഹോളിൽ ചെന്നിരുന്ന് കാണിക്കുന്ന മിസ്റ്റേക്കുകൾ ഇനി എക്സാം ഹോളിൽ ചെന്ന് കാണിക്കരുത്. നമ്മൾ ആ മിസ്റ്റേക്കുകളൊക്കെ വീട്ടിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകൾ കാണിക്കുക. ആ മിസ്റ്റേക്കുകളൊക്കെ വീട്ടിൽ തന്നെ കറക്റ്റ് ചെയ്തുകൊണ്ട് പോകുക. പിന്നെ ഒരു വ്യക്തമായ സ്ട്രാറ്റജിയോട് കൂടിയാണ് നമ്മൾ എക്സാം എഴുതാൻ കയറാൻ. അതായത് ഇപ്പോൾ റീസണിങ് ചെയ്യുവാണെങ്കിൽ തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാൽ ആദ്യം ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ചെയ്യരുത്. അതായത് നമുക്ക് തെറ്റ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ എടുത്ത് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ പസിലൊക്കെ
ഈ പസിൽ അത്ര എളുപ്പമുള്ള പസിലായിരുന്നില്ല, ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഒരു പസിലായിരുന്നു. അപ്പോൾ നമ്മൾ അത്ര കോൺഫിഡൻ്റ് അല്ലെങ്കിൽ ഇത് ആദ്യം തന്നെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിച്ച് മുകളിലൊക്കെ തെറ്റിപ്പോകും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള സില്ലോജിസം, പിന്നെ ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ, അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പസിലേക്ക് പോയാൽ മതി. പിന്നെ നമ്മുടെ എക്സാമിന് നമുക്ക് ശരിക്കും 3 പസിൽ എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ എക്സാമിനൊക്കെ 3 പസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരെണ്ണം എന്തായാലും നല്ല എളുപ്പമായിരിക്കും, ബാക്കി 2 ഇച്ചിരി ഒരു ലെവലുള്ള ഉണ്ടായിരിക്കും. പക്ഷേ വലിയ പാടൊന്നും ആയിരിക്കത്തില്ല, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.